ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. പുതിയൊരു മാസം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മാർക്കറ്റ് ഒരു ഒരു പോസിറ്റീവ് ന്യൂസ് കൂടെ ചേർന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ GDP ഡേറ്റ ബെറ്ററായി വരുന്നു എന്നുള്ളതിൻ്റെ ഐ ഡൗട്ട് എത്രത്തോളം എന്നുള്ളതിൽ നമ്പേഴ്സിൽ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിനോടൊരു നമ്മൾ അത് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഫീൽ ചെയ്യാറുണ്ട്. പെട്ടെന്ന് സഡൻ ഒരു സ്പൈക്ക് വരുന്നു, അതും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രയും വലിയൊരു സ്പൈക്കാണ് ആ ഒരു നമ്പറിൽ കാണിക്കുന്നതെന്ന്. 6.4 ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. 7.9 1% അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1% എന്നുള്ളതല്ല. നമ്മൾ സ്ഥിരമായും 5 to 6 റേഞ്ചിൽ നിൽക്കുന്ന നമ്മൾ പെട്ടെന്ന് 7.8 എന്ന് പറയുന്നത് ഒട്ടും ചെറിയൊരു നമ്പറല്ല. അത് അത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പരും അല്ല. എങ്കിലും വ്യത്യാസം വന്നിരിക്കാം, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം എന്നുള്ളൊരു കാൽക്കുലേഷനുണ്ട്. ഒരു ട്രാൻസ്പെറൻസിയിലുള്ള ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. എങ്കിലും ബെറ്ററായി എന്നുള്ളൊരു സംഭവം അവിടെ നല്ലൊരു ന്യൂസ് തന്നെയാണ്. അത് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കാനുള്ള ഘടകങ്ങൾ കാണിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു ഒരു പെർഫെക്റ്റ് നമ്പർ അല്ല എന്ന് ഫീൽ ചെയ്യാൻ ഒരുപാട് എക്കണോമിക് ഡേറ്റാസ് ഇതിന് മുന്നേ വന്നിരുന്നതിൽ അത് ചേർത്ത് വയ്ക്കുമ്പോൾ ആ മീൻ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു നമ്പറുമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് അവിടെ കാൽക്കുലേഷൻ. പിന്നെ അത് കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലുള്ള ഡേറ്റ അല്ല. അപ്പോൾ വരുന്നതിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു പെർസെൻറ്റേജ് നമ്മൾ ഗുഡെന്ന് വിചാരിച്ച് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പേഴ്സണലി അതിനെ എടുക്കുക. അടുത്ത് അത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതിൽ അടുത്ത രണ്ടാമത്തെ ഫാക്ടർ ട്രംപിൻ്റെ താരിഫ് തന്നെയാണ്. ട്രംപിൻ്റെ താരിഫ് എങ്ങനെ ലോങ് റണ്ണിൽ നമുക്കറിയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു ചാർട്ടിൽ പെട്ടെന്നൊരു സ്പൈക്കും ഇതും വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു 2-3 ദിവസത്തിന് ശേഷം അത് മാറിയിട്ട് പിന്നീട് ഭാവിയിലുള്ള എക്കണോമിക് ഡേറ്റയിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോവുക. നോക്കാം, അടുത്തൊരു 1.5 മാസത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ വന്നിട്ട് ഇത് കുറയാനുള്ള ഒരു സാധ്യത എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ് സി. അപ്പോൾ നമ്മുടെ റിയൽ മാർക്കറ്റിലേക്ക് നമുക്ക് കിടക്കാം. റിയൽ മാർക്കറ്റിലേക്ക് വന്നാൽ ഇതാണ് നിഫ്റ്റി 50യുടെ ചാർട്ട് എന്ന് പറയുന്നത്. മുന്നേ ഒരിക്കൽ ഈ ഒരു നെഗറ്റീവ് ട്രെൻഡിനെ ഒരു വലിയൊരു ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്തു. ഈ ഒരു ഗ്യാപ്പ് തിരിച്ച് GSTയുടെ ഒരു ഡേറ്റ വന്നിട്ടാണ് ഇതൊരു വലിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തത്. അതിനുശേഷം കയറി തിരിച്ചിറങ്ങി ഈ ഒരു ക്യാൻഡിൽ വരെ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഇതിൻ്റെ ലോ തിരിച്ച്, അതായത് ഈ ഉണ്ടാക്കിയ പോസിറ്റിവിറ്റി ബ്രേക്കായി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയൊരു വീഴ്ച വന്നു. അതായത് ഏതാണ്ട് നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും അടുത്തൊരു പോസിറ്റീവ് ഡേറ്റ വരികയാണ് എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഈ കാണുന്ന ഈ ഒരു ക്യാൻഡിൽസ് ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് അവിടെ നമ്മൾ സപ്പോർട്ട് എടുത്ത് നിന്ന ഒരു സ്ഥലം. പക്ഷേ ക്യാൻഡിൽ എന്ന് പറയുന്നത് വളരെ വീക്കായിരുന്നു. ഇനിയും താഴേക്ക് പോകാൻ 24,000 ഹിറ്റ് ചെയ്യാനുള്ളൊരു പാറ്റേണിലാണ് നിന്നത്. പക്ഷേ ഈ ഡേറ്റ പെട്ടെന്ന് വന്നു. ആ ഡേറ്റ വന്നത് കാരണം ഇനിയൊരു ചിലപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ വന്നേക്കാം എന്നുള്ളൊരു പോസിറ്റിവിറ്റിയാണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 24,610 24,610 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ബോക്സിൻ്റെ മേളിൽ, അതായത് ഇതിനെ എൻ്റെ മനസ്സിലാക്കുന്നത് നമ്മളെപ്പോഴും ഒരു മാർക്കറ്റിനെ നമ്മുടേതായ രീതിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ക്യാൻഡിൽ വീഴുന്നു, അടുത്തത് ഒരു സപ്പോർട്ടീവ് ഇൻഡെസിഷൻ ക്യാൻഡിൽ, ഇതൊരു ബെയറിഷ് ക്യാൻഡിൽ തന്നെയാണ്. പക്ഷെ അടുത്ത് ഇന്നുണ്ടാക്കുന്ന ക്യാൻഡിൽ ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ഓൾമോസ്റ്റ് ഒരു നല്ലൊരു പെർസെൻറ്റേജ് കവറപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ഈ ഒരു ലെവലിൻ്റെ അകത്ത് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിരിക്കും മിക്കവാറും നമ്മൾ ഓപ്പൺ ചെയ്യുക. ചിലപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കും. എന്നിട്ട് ഇത് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ വളരെ ക്രൂഷ്യലാണ്. ഒന്ന്, ഇത് ഡൗൺ ട്രെൻഡിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ കൂടെ അവിടെ ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 700-ന് മേളിലേക്ക് നമ്മൾ കയറിയാൽ ഇതൊരു വി ഷേപ്പ് റിക്കവറി വരാനുള്ള സാധ്യത തന്നെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ ഒരു റിക്കവറി ഫേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ഒന്ന് ബെറ്റർ ആവാനുള്ള സാധ്യതയുണ്ട്. സോ
എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നത് എന്താണ്, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്നാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാം, ഈ റെസിസ്റ്റൻസിൽ തട്ടി ഇവിടെ താഴേക്ക് തിരിച്ചു വരാം എങ്കിൽ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നെഗറ്റീവ് സൈഡിലേക്ക് പോകും. ഇത് വീഴുന്നു, ഇവിടെ റീടെസ്റ്റ് ചെയ്തു, ഇതിങ്ങനെ താഴേക്ക് വീണ്ടും ഈ ഒരു ലെവലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വരും. ഇല്ല, ഈ ഒരു സാധ്യത ബ്രേക്ക് ചെയ്ത് ഇതിനെ ബ്രേക്ക് ചെയ്യപ്പെട്ട് ഈ ക്യാൻഡിൽസ്, അടുത്ത ക്യാൻഡിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുക, ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ഇതിന് മുകളിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ ഒരു ടാർഗറ്റിലേക്ക് പോകുന്നെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു വി ഷേപ്പ് റിക്കവറി ഫേസ് ക്രിയേറ്റ് ചെയ്തേക്കാം. സോ ഈ ഒരു ലെവൽ ഇത് ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നിന്നാണ് തിരിച്ച് കയറുന്നത് അല്ലെ, ഇവിടെയാണ് റെസിസ്റ്റൻസ് വന്നത്. സോ ഈ ഒരു ഏരിയയ്ക്ക് മേളിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയാൽ മാർക്കറ്റ് വീണ്ടും അപ്പർ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് എൻ്റെ പേഴ്സണൽ കാൽക്കുലേഷൻ. സോ ഇതിനനുസരിച്ച് ഓരോ മൊമെൻറ്റും മാർക്കറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ട്രേഡിംഗ് പൊസിഷൻ നമ്മൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് ഇതിൻ്റെ റിഫ്ലക്ഷൻ. പിന്നെ എക്സ്പയറി മാറിയിട്ടുണ്ട്, ഈ വീക്കിലാണ്. ഈ വീക്കിൽ തൊട്ടിട്ട് ട്യൂസ്ഡേ ആണ് അതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത്. സോ ഇന്നും നാളെയും ഒക്കെ പ്രീമിയം അത്യാവശ്യം നന്നായിട്ട് കുറയും. സാധാരണ അത് ബുധനും വ്യാഴവുമാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇന്നും നാളെയും അത് എഫക്റ്റ് ചെയ്യും. ഈ വീഡിയോ കാണുന്ന ഒരാളും അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്രൂഡ് ഓയിലിൻ്റെ വില നെഗറ്റീവിൽ വരാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഓക്കെ, ക്രൂഡ് ഓയിലിൻ്റെ ഡേറ്റ നോക്കിയാൽ നമുക്ക് ഒന്ന് ഇത് ലാസ്റ്റ് വീഡിയോയിൽ എടുത്തപ്പോൾ അതിൻ്റെ കുറേ ഡേറ്റാസ് അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത്ര എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രൂഡ് ഓയിൽ ഇവിടെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് നിപ്പുണ്ട്. ഇതിൻ്റെ ലോ, ഇതിൻ്റെ നെക്സ്റ്റ് ലോ എന്നിങ്ങനെയുള്ള ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഹൈ ഈ നിൽക്കുന്നതിൻ്റെ ഹൈ ഈ ഒരു ഏരിയ വരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാർക്കറ്റ് എങ്ങനെയാണോ മൂവ് ചെയ്യാൻ പോകുന്നത്, ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് വരും. അപ്പോൾ ഇവിടെ എടുക്കുന്ന ഒരു ട്രേഡിന് ഇവിടെ ഒരു ടാർഗറ്റ് കിട്ടും. ഇത് വലിയ ചാർട്ടാണ്, ഞാൻ അതിനെ ചെറുതാക്കി കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതുവരെ ആയിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. ഇതിനുശേഷം പിന്നെ വീണ്ടും മേളിലേക്ക് 5800, ഇതിൻ്റെ മേളിൽ 5880 റേഞ്ചിലൊക്കെ അവിടെ കിടപ്പുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് ഏറ്റവും നല്ല സപ്പോർട്ടായിരിക്കും 5600 താഴെ 5556 റേഞ്ച്, പിന്നെ താഴേക്ക് 5500 എന്നിങ്ങനെയുള്ള ലെവൽസാണ് ഉള്ളത്. സോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. സോ ഇത് രണ്ട് മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. സ്റ്റോക്സ് ഒരു 4-5 സ്റ്റോക്ക് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഞാനതൊരു പുതിയ വീഡിയോ ആയിട്ട് ഇടാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 12-1 മണിക്ക് ശേഷം ഞാനതൊരു വാച്ച് ലിസ്റ്റായിട്ട് നമ്മുടെ ചാനലിൻ്റെ ഉള്ളിൽ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. മാർക്കറ്റ് അത്ര സപ്പോർട്ടീവ് അല്ല, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയാത്തത്. മാർക്കറ്റ് ഇന്ന് ബെറ്റർ ആയിട്ട് വരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് വാലിഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.